പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് എങ്ങനെ നമുക്ക് ATM കാർഡില്ലാതെ UPI ആപ്ലിക്കേഷനിൽ ഒരു അക്കൗണ്ട് തുടങ്ങാം എന്നുള്ളതാണ്. UPI ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഗൂഗിൾ പേ ഒക്കെ പോലെ തന്നെയുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. ഫാം ആപ്പ് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലും അതേപോലെ തന്നെ ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. ആപ്ലിക്കേഷൻ്റെ പാർട്ട്നേഴ്സായിട്ട് വരുന്നത് HDFC ബാങ്കാണ്. അതുകൊണ്ട് തന്നെ ട്രസ്റ്റബിൾ ആണ് ആപ്ലിക്കേഷൻ. നിങ്ങൾക്ക് ആപ്ലിക്കേഷനിൽ എങ്ങനെ അക്കൗണ്ട് തുടങ്ങാമെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. ആദ്യം തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം എൻ്റെ ചെയ്യുക. അതിനുശേഷം ആദ്യം തന്നെ നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് മൊബൈൽ നമ്പറാണ്. മൊബൈൽ നമ്പർ നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കൺട്രി കോഡ് അവിടെ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാകും. അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇതോടുകൂടി നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ മൊബൈലിലോട്ട് ഒരു OTP വന്നിട്ടുണ്ടാവും. OTP എൻ്റർ ചെയ്തതിന് ശേഷം വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം അടുത്തതായി ചോദിക്കുന്നത് നിങ്ങളുടെ ആധാറിലുള്ള നെയിമും അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തുമാണ്. ആധാറിലുള്ളതുപോലെ തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ഇത് രണ്ടും എൻ്റർ ചെയ്ത് കൊടുക്കണം. രണ്ടും എൻ്റർ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എനേബിൾ ലൊക്കേഷൻ ആക്സസ് എന്ന് പറയുന്ന ഭാഗമാണ് വരുന്നത്. ഇവിടെ അടിഭാഗത്തായിട്ട് ടിക്ക് ബോക്സ് കൊടുത്തതിന് ശേഷം എനേബിൾ ആക്സസ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ചോദിക്കുന്നത് ലൊക്കേഷൻ അലോ ചെയ്ത് കൊടുക്കാനുള്ളൊരു ഭാഗത്തോട്ടാണ്. അത് നമ്മൾ കൊടുക്കണം. അതിനുശേഷം ലെറ്റ്സ് ഗോ എന്ന് പറയുന്ന ഒരു ഇൻ്റർഫേസ് നമുക്ക് കാണാൻ സാധിക്കും. അതിന് മുകളിലായിട്ട് നമുക്ക് UPI ID ക്രിയേറ്റ് ആയതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഈ UPI ID ഓട്ടോമാറ്റിക്കലി നമുക്ക് തന്നിരിക്കുന്നതാണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ലെറ്റ്സ് ഗോ ഭാഗത്തോട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ നമുക്ക് ഇതേപോലെ ഇൻ്റർഫേസിലായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ആ നെയിം വരുന്നതാണ്. അതിനുശേഷം നമ്മുടെ ആപ്ലിക്കേഷനിലോട്ട് കയറി വരുന്നതാണ്. അടുത്തതായി വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അതിനായിട്ട് ഗെറ്റ് വെരിഫൈഡ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആദ്യം തന്നെ ചോദിക്കുന്നത് ആധാർ കാർഡ് വെരിഫിക്കേഷനാണ്. ആധാർ കാർഡ് വെരിഫിക്കേഷൻ ചെയ്യാനായിട്ട് ആദ്യം തന്നെ നമ്മുടെ ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മളുടെ ആധാറായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലോട്ട് OTP ചെല്ലുന്നതാണ്. ആ OTP എൻ്റർ ചെയ്ത് നിങ്ങൾക്ക് ആധാർ കാർഡ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനായിട്ട് സ്റ്റാർട്ട് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓതൻറ്റിക്കേറ്റ് ആധാർ എന്ന് പറയുന്ന ഓപ്ഷനിലായിട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ 12 അക്ക ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഒരു ഇൻ്റർഫേസ് വരുന്നതാണ്. ഇവിടെയായി നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ ആധാറായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലോട്ട് OTP ചെന്നിട്ടുണ്ടാവും. ഏത് നമ്പറിലോട്ടാണ് OTP അയച്ചത് എന്നുള്ളത് നമുക്കതിൽ നിന്ന് അറിയാൻ സാധിക്കുന്നതാണ്. ആ അയച്ചിരിക്കുന്ന നമ്പറിൻ്റെ അവസാനത്തെ 4 അക്കം അവിടെ കാണിക്കുന്നതാണ്. ബാക്കിയുള്ള ഭാഗങ്ങൾ മാസ്ക് ടൈപ്പിലായിരിക്കും. അപ്പോൾ അവസാനത്തെ 4 അക്കം വെച്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആധാറായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന നമ്പറിലോട്ട് വന്നിരിക്കുന്ന OTP എൻ്റർ ചെയ്ത് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക. അടുത്തതായി ഇവിടെ വന്നിരിക്കുന്നത് ഡിജി ലോക്കറിൻ്റെ ഒരു വെരിഫിക്കേഷനും കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി ഡിജി ലോക്കറിൽ അക്കൗണ്ട് എടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ എനിക്ക് ആ അക്കൗണ്ടിലോട്ട് ലോഗിൻ ചെയ്യാനുള്ള പിൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഡൺ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആ വെരിഫിക്കേഷൻ കൂടി കംപ്ലീറ്റ് ചെയ്യാം. എല്ലാവർക്കും ഈ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടി വരില്ല. ചിലവർക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ഡിജി ലോക്കർ വെരിഫിക്കേഷൻ കൂടി കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ആ പിൻ എൻ്റർ ചെയ്തതിന് ശേഷം ഡൺ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഡിജി ലോക്കറിലോട്ട് കയറിയിട്ടുണ്ട്. ഈ ഇൻ്റർഫേസിൽ ആധാർ കാർഡിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ആയിട്ട് പർപ്പസ് എന്നുള്ളതിന് താഴെയായിട്ട് നമുക്ക് കുറേ ഡൗൺ ഓപ്ഷനുകൾ സെലക്ട് ചെയ്യാനുള്ള ഭാഗമുണ്ട്. അവിടെ ആയിട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ആ ഓപ്ഷൻ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അലോ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വെരിഫിക്കേഷൻ ഡിജി ലോക്കറിൻ്റെ കംപ്ലീറ്റ് ആകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഡിജി ലോക്കറിൻ്റെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഫാം ആപ്പിൽ ഈ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയതായിട്ട് കാണാനും സാധിക്കുന്നതാണ്. ആദ്യത്തെ വെരിഫിക്കേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ലൊക്കേഷൻ ആക്സസ് ഒന്ന് റെഡിയാക്കാനുണ്ട്. അത് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം അടുത്തതായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് നമ്മളുടെ ഒരു സെൽഫി എടുത്ത് അയച്ചു കൊടുക്കാനാണ്. അപ്പോൾ സെൽഫി നമ്മൾ എടുത്ത് അയച്ചു കൊടുക്കണം. കറക്റ്റായിട്ട് തന്നെ നമ്മുടെ മുഖം ക്ലിയർ ആകുന്ന രീതിയിൽ തന്നെ നമ്മൾ സെൽഫി എടുത്തിട്ട് അത് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ സെൽഫി വെരിഫിക്കേഷനും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് സൈൻ ഡിജിറ്റലി വെരിഫിക്കേഷൻ ചെയ്യലാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആഡ് ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ സ്ക്രീനിൽ നമ്മളുടെ സൈന് ഇട്ട് കൊടുക്കലാണ് അടുത്തതായിട്ട് ചെയ്യേണ്ടത്. നമ്മൾ ആ ഇൻ്റർഫേസിൽ
മുഴുവനായിട്ട് തന്നെ നമുക്ക് ആ സൈൻ ഇടാനുള്ള ഭാഗം ഉണ്ടാകില്ല, ഒരു ചെറിയ പോർഷൻ ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ അതിനുള്ളിൽ ഉൾപ്പെടുന്ന രീതിയിൽ നമ്മൾ നമ്മുടെ സൈൻ ഇട്ട് കൊടുക്കുക. അതിനുശേഷം കൺഫേം എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് യുവർ KYC കംപ്ലീറ്റഡ് എന്ന് പറയുന്ന ഒരു ഇൻ്റർഫേസ് വരുന്നതാണ്. അതിനുശേഷം നമ്മുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് അലോ ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഭാഗം വരുന്നതാണ്. കോൺടാക്ട്സ് അലോ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കോൺടാക്റ്റിൽ ആരൊക്കെ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ടെന്ന്, ആരെല്ലാം ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്കറിയാൻ സാധിക്കും. ഇപ്പോൾ നമ്മളുടെ അക്കൗണ്ട് ക്രിയേഷൻ മുഴുവനായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു വാലറ്റ് പോലെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്തതായി ഗെറ്റ് വെരിഫൈഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ 18 വയസ്സിന് താഴെയുള്ള ആളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗാർഡിയൻ്റെ ഒരു പെർമിഷൻ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കോൺടാക്റ്റിൽ നിന്ന് നിങ്ങളുടെ ഗാർഡിയൻ്റെ നമ്പർ അല്ലെങ്കിൽ മറ്റാരെങ്കിലും നമ്പർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. അതിനുശേഷം ആ നമ്പർ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം അടിഭാഗത്ത് 2 ചെക്ക് ബോക്സ് കാണാൻ സാധിക്കുന്നതാണ്. ആ ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം OTP സെൻഡ് ചെയ്യുക. ആ നമ്പറിലോട്ട് OTP പോകുന്നതാണ്. ആ OTP നിങ്ങൾ ഈ മൊബൈലിൽ വന്ന് എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാലാണ് നിങ്ങളുടെ ഗാർഡിയൻ്റെ പെർമിഷൻ അലോ ചെയ്യുകയുള്ളൂ. 18 വയസ്സിന് താഴെയുള്ളവർക്ക് ഗാർഡിയൻ്റെ പെർമിഷൻ അലോ ചെയ്തതിന് ശേഷം മാത്രമേ ഈ അക്കൗണ്ട് യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ എൻ്റെ അക്കൗണ്ട് ഗാർഡിയൻ്റെ പെർമിഷൻ അലോ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 18 വയസ്സിന് മുകളിലുള്ള ആളാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ആധാർ കാർഡിൽ 18 വയസ്സിന് മുകളിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വെരിഫിക്കേഷൻ്റെ ആവശ്യം വരില്ല. അടുത്തതായിട്ട് നിങ്ങൾക്ക് ഒരു SMS നിങ്ങളുടെ സെർവറിലോട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങളുടെ മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു വെരിഫിക്കേഷൻ കൂടി ഉണ്ടാകും. അതിനുശേഷമായിരിക്കും നമുക്ക് നമ്മളുടെ UPI ID ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. UPI ID ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഡിജിറ്റലായിട്ട് ലഭിക്കുന്ന സ്മാർട്ട് കാർഡ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമ്മളുടെ ATM കാർഡ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതോടുകൂടി തന്നെ നമ്മൾക്ക് നമ്മുടെ മൊബൈലിലോട്ട് ആപ്ലിക്കേഷനിൽ നിന്ന് നമ്മുടെ അക്കൗണ്ടിൻ്റെ മുഴുവനായിട്ടുള്ള സെറ്റപ്പ് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ മെസ്സേജ് കാര്യങ്ങളെല്ലാം വരുന്നതാണ്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ SMS-ൻ്റെ അലേർട്ട്, അതേപോലെ തന്നെ ഇമെയിൽ അലേർട്ട് എല്ലാം നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ അക്കൗണ്ടായിട്ട് ഇമെയിൽ ID ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇമെയിൽ ID എൻ്റർ ചെയ്തതിന് ശേഷം ഇമെയിൽ IDയിലോട്ട് വരുന്ന OTP എൻ്റർ ചെയ്ത് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് Fampay ആപ്ലിക്കേഷനായിട്ട് ഇമെയിൽ ID എൻ്റർ ചെയ്ത് നിങ്ങൾക്കത് ലിങ്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് പേയ്മെൻറ്റ് ചെയ്യുന്നത്, അതേപോലെ തന്നെ പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് UPI IDയിലോട്ട് പേയ്മെൻറ്റ് ചെയ്യാം, കോൺടാക്ട്സിലോട്ട് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്, QR കോഡുകൾ സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടിലോട്ടും പേയ്മെൻറ്റ് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് കാർഡ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തും പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ റിസീവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് UPI ID അതേപോലെ തന്നെ QR കോഡ് എന്നിവ ലഭിക്കുന്നതാണ്. നിങ്ങളുടെ UPI ID അല്ലെങ്കിൽ നിങ്ങളുടെ QR കോഡ് സെൻഡ് ചെയ്ത് നിങ്ങൾക്ക് പേയ്മെൻറ്റ് റിസീവ് ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങളുടെ UPI ID എല്ലാ ഡീറ്റെയിൽസുകളും കാണാൻ സാധിക്കുന്നത് ഇവിടെ അടിഭാഗത്തായിട്ട് ഒരു X ഐക്കൺ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ലെഫ്റ്റ് സൈഡിലായിട്ട് അടിഭാഗത്തായിട്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ QR കോഡ് അതേപോലെ തന്നെ UPI ID എന്നിവ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് QR കോഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അതേപോലെ തന്നെ UPI ID കോപ്പി ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ Paytm ആപ്ലിക്കേഷനിലോട്ട് വന്നതിന് ശേഷം ആ കോപ്പി ചെയ്തിരിക്കുന്ന UPI IDയിലോട്ട് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ആയിട്ട് സെൻഡ് ടു UPI ID എന്നുള്ളതിൽ ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ കോപ്പി ചെയ്തിരിക്കുന്ന UPI ID പേസ്റ്റ് ചെയ്ത് കൊടുത്തപ്പോൾ നമുക്ക് ആ അക്കൗണ്ടിൻ്റെ പേരും അവിടെ കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മളുടെ അക്കൗണ്ടിലോട്ട് പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഇനി ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്തൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ഡേഷൻ അവിടെ കാണാൻ സാധിക്കുന്നതാണ്. ആ ₹1 ആഡ് ആയിട്ടുണ്ടാകും. ഇനി നിങ്ങൾക്ക് പേ കോൺടാക്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും കോൺടാക്ട്സിലോട്ട് പേയ്മെൻറ്റ് നടത്താനുണ്ട് എന്നുണ്ടെങ്കിൽ ആ കോൺടാക്റ്റ് സെർച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഞാൻ എൻ്റെ Fampay ആപ്ലിക്കേഷനിൽ നിന്ന് എൻ്റെ മറ്റൊരു അക്കൗണ്ടിലോട്ടാണ് ഇവിടെ പേയ്മെൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ആ മറ്റൊരു ആപ്ലിക്കേഷൻ്റെ UPI പിന്ന് അവിടെ നിന്ന് കോപ്പി ചെയ്ത് ഇവിടെ വന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ആ ₹1 എൻ്റർ ചെയ്തതിന് ശേഷം നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. ഇവിടെ ആയിട്ട് നമ്മളുടെ ഫേസ് ID വെരിഫിക്കേഷനാണ് ചോദിക്കുന്നത്. അല്ലാതെ നമുക്ക് ഇവിടെ പിന്നൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല പേയ്മെൻറ്റ് ചെയ്യാനായിട്ട്.
ഇനി നിങ്ങൾ വീണ്ടും ആ എക്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം കാർഡ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന ആ ATM കാർഡ് കാണാൻ സാധിക്കുന്നതാണ്. സ്മാർട്ട് കാർഡ് ആയിരിക്കും ലഭിച്ചിട്ടുണ്ടാകുക. ആ സ്മാർട്ട് കാർഡിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ കാർഡ് കൺട്രോൾ നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഫിസിക്കലായിട്ട് നിങ്ങൾക്ക് കാർഡ് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷനിൽ തന്നെ കാർഡ് ഓർഡർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാർഡ് ഫിസിക്കലായിട്ട് ലഭിക്കുന്നതാണ്. ഇനി നിങ്ങളുടെ അക്കൗണ്ടിൽ നടന്നിരിക്കുന്ന പേയ്മെൻറ്റിൻ്റെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി അറിയാനായിട്ട് എക്സിൽ തന്നെ ക്ലിക്ക് ചെയ്തതിന് ശേഷം വ്യൂ യുവർ ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങൾ ഈ അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് 18 വയസ്സിന് മുകളിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പാൻ കാർഡ് ചോദിച്ചിരിക്കും. അപ്പോൾ ഈ രീതിയിലാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്.